സമയം എത്രയായിരുന്ന വിചാരം? കുറെ നേരം കിടന്നുറങ്ങാൻ തുടങ്ങിയിട്ട്. എനിക്ക് അവിടുന്ന് വെയ്യമ്മ, തലവേദന എടുക്കുന്നുണ്ട്, അതാ കുറച്ചു നേരം ഉറങ്ങിപ്പോയത്. ആ മതി മതി, പോയി പണിയെടുക്ക്. ശരി അമ്മേ. കുറെ പാത്രം കഴുകാനും തുടയ്ക്കാനും അലക്കാനും ഒക്കെ ഉണ്ട്, പോയി ചെയ്തോ. നീ എന്തെടുക്ക അവിടെ? കുറെ നേരമായില്ലോ പാത്രം കഴുകാൻ തുടങ്ങിയിട്ട്. വേഗം ചെയ്തു തീർക്ക്. ഇനി എത്ര പണി കിടക്ക അവിടെ? അടിച്ചോരാന് തുടയ്ക്കാനൊക്കെ ഉണ്ട്. ഇത് എന്ത് തുടക്കില്ല? കുറെ നേരമായല്ലോ. ഇങ്ങനെയാണോ തുടക്കിയ? തുടയ്ക്കാൻ നല്ല പേര് മാത്രമല്ല, ഒരു സ്ഥലം പോലും വൃത്തിയായിട്ടില്ല. എന്റെ വീട്ടിലെന്താ ആരും തുടയ്ക്കാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഒളിച്ചോടി വരുമ്പോ ആലോചിക്കണം, തുടയ്ക്കും അടിക്കും തുടയ്ക്കും വൃത്തിയാക്കും ഒക്കെ വേണമെന്ന്. ഇങ്ങനെയായി എങ്ങനെ ശരിയാവുക? മര്യാദയ്ക്ക് തുടച്ച് വൃത്തിയാക്കിയിട്, അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഓരോന്ന് കെട്ടി എഴുന്നള്ളി വന്നോളൂ. എന്താ അവളവിടെ ചെയ്യണേ? കുറെ നേരം ആയാലോ വാതിലടച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. അത് മോള് കരഞ്ഞപ്പോ മോളെ കളിപ്പിക്കാൻ വന്നതായിരുന്നു. ഓ, മോളെ കളിപ്പിക്കാന്നുള്ള പേര് പറഞ്ഞ പിന്നെ വീട്ടിലത്തെ പണിയൊന്നും എടുക്കണ്ടല്ലോ അല്ലേ? ബാക്കി പണികളൊക്കെ ചെയ്യി പോയിട്ട്. അമ്മേ, മോളെ ശ്രദ്ധിച്ചോണേ, അവള് താഴെ പോവല്ലേ. എനിക്കെന്താ മക്കളെ നോക്കാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? നിന്റെ കെട്ടിയോനെ ഞാൻ തന്നെ നോക്കിയത്. മോള് ചിലപ്പോ താഴെ വീഴും, അതുകൊണ്ട് പറഞ്ഞതാ, വേറെ ഒന്നുമല്ല. സോറി അമ്മേ, ഞാൻ പോയി ചെയ്തോളാം. ഡി, നീ ഏതിലെ ഡ്രസ് അലക്കാര്? വാഷിംഗ് മെഷീനില്. എന്നിട്ടാണോ ഡ്രസ് ഇട്ട് അഴുക്കൊന്നും പോവാത്തെ? വൃത്തിയായിട്ടുണ്ടല്ലോ. എവിടെ വൃത്തിയായിട്ടുണ്ടെന്ന് നീ പറയണേ? ആ അഴുക്കൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി മേലെ എന്റെ ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ ഇടണ്ടാട്ടോ, കല്ലിൽ തിരുമ്പിയാ മതി. കൊറേ നേരം ആയല്ലോ തുണി മടക്കാന്നുള്ള പേരിൽ മേലേക്ക് വന്നേക്കുന്നത്. പണികളൊക്കെ കഴിഞ്ഞോ നിന്റെ? ആ, പണിയൊക്കെ കഴിഞ്ഞല്ലോ. നീ അടിച്ചു വാരിയോ? ആ, അടിച്ചു വാരിയല്ലോ. എന്നാ വേഗം തീർക്ക്, കൊറേ ഉണ്ടല്ലോ അമ്മേ. ആ ശരി ശരി, വേഗം പണിയൊക്കെ കഴിഞ്ഞ് താഴോട്ട് വാ, വേറെ കുറെ പണിയുണ്ട്. ശരി അമ്മേ. നീ ഏത് സമയം നോക്കിയാലും ഫോണ് കളിച്ചോണ്ടാണല്ലോ. അവിടെ വേറെ പണിയൊന്നുമില്ലേ? ഫ്രീയോ? എന്ത് ഫ്രീ? ഈ വീട്ടിൽ എന്തോരം പണിയുണ്ട്. ഒരു വീട്ടിൽ കയ്യെത്താത്ത അത്ര പണിയുണ്ട്. ഇനി മേലെ നിന്റെ കയ്യിൽ ഫോണ് കണ്ട നിന്നെ തല്ലി പൊളിക്കും ഞാൻ, കേട്ടോ? നിന്റെ കെട്ടോൻ ഇങ്ങോട്ട് വരട്ടെ. പോയി പണിയെടുക്ക്. ഇനി നിന്റെ കയ്യിൽ ഫോൺ കാണരുത് കേട്ടോ. എന്താ മോളെ, കുറെ നേരമായാലോ കിടക്കാൻ തുടങ്ങിയിട്ട്? എന്താ പറ്റിയത്? അയ്യോ, എന്താ തലവേദന എടുക്ക? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഗുളിക കഴിച്ചോ നീ? എന്നാ നീ കിടന്നോട്ടോ, റെസ്റ്റ് എടുത്തോ, പണിയൊന്നും ചെയ്യണ്ട. കിടന്ന മോള്. മോളെവിടെ പോയി? കാണുന്നില്ലല്ലോ. അയ്യോ, അതൊന്നും മോള് ചെയ്യണ്ട. നീ ചെയ്യണ്ട, അവിടെ വെക്കി. വേണ്ട വേണ്ട, അവിടെ വെച്ച. നിനക്ക് തലവേദന ഉള്ളതല്ലേ, പോയി കിടന്നു. നീ റെസ്റ്റ് എടുത്താ, അവിടെ വെക്കി. ആ, മോള് തുടക്കാണോ? മോൾക്ക് തലവേദന എങ്ങനെയുണ്ട്? മോൾ അതവിടെ വെച്ചു, ഞാൻ ചെയ്തോളാം. അത് ഞാൻ ചെയ്തോളാം. മോൾ ഇങ്ങോട്ട് തായോ? ഞാൻ ചെയ്തോളാം മോളെ, നീ പോയിക്കോ, പോയി കിടന്നോ. ആ, അമ്മയും മോളും ഇവിടെ എന്താ ചെയ്യണേ? മോളെ ഞാൻ എടുക്കണോ? നീ വേണമെങ്കിൽ റെസ്റ്റ് എടുത്തോ, ഞാൻ മോളെ നോക്കിക്കോളാം, കുഴപ്പമില്ല. വേണ്ട വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. ആ, മോൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കുറെ നേരെ നോക്കണു. മോൾ എന്തില്ല തിരുമ്പാര്? വാഷിംഗ് മെഷീനിലാണോ അലക്ക് കല്ലാണോ? ഈ വാഷിംഗ് മെഷീൻ ഇവിടെ ഉള്ളപ്പോ നീ എന്തിനാ വെറുതെ അലക്ക് കല്ല് തിരുമ്പുന്നേ? നിനക്ക് വയ്യാത്തതല്ലേ, തലവേദനല്ലേ? അപ്പൊ വാഷിംഗ് മെഷീനിൽ നീ ചെയ്തോട്ടെ ഇനി മുതല്. വെറുതെ അതവിടെ പൊടി പിടിച്ച് കിടക്കാന്നുള്ളൂ കേട്ടോ. മോളെന്ത് ചെയ്യണേ അവിടെ? ഫോണ് കളിക്കാണോ? റീൽസ് നോക്കായിരുന്നു. പുതിയ കുറെ ട്രെൻഡിങ് റീൽസ് ഇറങ്ങിയിട്ടുണ്ട് അമ്മേ, നമുക്ക് ചെയ്യാം കേട്ടോ. ഓ, അതിനെന്താ, നമുക്ക് ചെയ്യാലോ. ഓക്കെ ഡാൻ. ഓക്കെ ഡാൻ.